ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഏതൊരു സാധനത്തിന് നമുക്ക് കിട്ടിയാലും ഏതൊരു സംഭവം നമ്മുടെ മുന്നിലുണ്ടെങ്കിലും നമ്മളത് ഒന്ന് കണ്ടിട്ട് വെറുതെ അങ്ങ് കളയും. അത് ഏറ്റവും മോശമായ കാര്യമാണ്. നമ്മൾ അതിനെ നന്നായിട്ട് വീക്ഷിക്കണം. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറേ പാഠങ്ങൾ കാണും. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യവും അതുപോലെ തന്നെ മാറ്റങ്ങളും ഉണ്ടാവും. അതുണ്ടാക്കും. അതിനുള്ള കഴിവുണ്ട്. കാരണം ഒന്ന് കണ്ട് നമ്മളതങ്ങ് കളയുകയാണെങ്കിൽ അത് നമ്മുടെ മൈൻഡിലുണ്ടാവില്ല. അതിൽ നിന്ന് നേടാവുന്ന കാര്യങ്ങളും നമ്മൾക്കുണ്ടാവില്ല. അതേസമയം നമ്മളൊന്ന് നന്നായിട്ട് വീക്ഷിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ധാരാളം കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും. ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ അത് നമുക്ക് ഒരുപാട് നേട്ടം ഉണ്ടാക്കുകയും ചെയ്യും. ഏതൊരു കാര്യം നമ്മൾ കണ്ടിട്ട് അതിനെ പൂർണ്ണമായിട്ട് മാറ്റിവിട്ടാൽ അതിൽ നിന്ന് നമുക്കൊന്നും നേടാൻ കഴിയില്ല. ഒരു കുഞ്ഞു കുട്ടിയായാലും അതിൻ്റെ വളർച്ചയും ഉയർച്ചയും എല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. ഒരു മരത്തിൻ്റെ കാര്യത്തിൽ ആയാലും ശരി തന്നെ, ഒരു മൃഗങ്ങളുടെ കാര്യമായാലും പക്ഷികളുടെ കാര്യമായാലും ഏത് കാര്യമായാലും ശരി തന്നെ, നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നത് ഈ വീക്ഷണത്തിലൂടെ നമ്മൾക്ക് കിട്ടുന്ന അറിവാണ്. അത് ഒരു നിമിഷം കൊണ്ട് നമ്മൾ അതിനെ അങ്ങ് മറന്നു പോവുകയാണെങ്കിൽ, അതിനെ അങ്ങ് ഉപേക്ഷിച്ച് കളയുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്കൊന്നും നേടാൻ കഴിയില്ല. അതേ പക്ഷം നമ്മൾ അതിനെ കണ്ടിട്ട് കൂടുതൽ സമയവും അതിനു വേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ധാരാളം പാഠങ്ങൾ കിട്ടും. നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകർ പറയും, നിങ്ങൾ എന്ത് കണ്ടാലും അതിനെ അങ്ങ് നിസ്സാരമായി കരുതരുത്. അതിൽ നിന്നും പഠിക്കാനുള്ള പാഠങ്ങൾ പഠിക്കണം. ഏത് കാര്യവും നമ്മൾ നിരീക്ഷിച്ചാൽ മാത്രമേ നമ്മൾക്ക് അതിൽ നിന്നും വിജയം കിട്ടുകയുള്ളൂ. നല്ല ഏതൊരു അധ്യാപകനും ആദ്യം പറയുന്ന കാര്യങ്ങൾ ഈ വക കാര്യങ്ങളായിരിക്കും. നമ്മൾ നിസ്സാരമായി കണ്ട് ഒന്നങ്ങ് വെറുതെ അങ്ങ് വിലയിരുത്തി അങ്ങ് കളഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യവും പഠിക്കാൻ കഴിയില്ല. കൂടുതൽ പഠിക്കണമെങ്കിൽ നമുക്ക് ഒബ്സർവേഷൻ നിർബന്ധമാണ്. അതിങ്ങനെ കിട്ടും തോറും നമ്മളുടെ അറിവ് കൂടിക്കൊണ്ടേ വരും. ഏത് സാഹചര്യത്തിലും നമുക്കത് പിടിച്ചു നിൽക്കാനും അതുപോലെ തന്നെ നേട്ടങ്ങൾ കൊയ്യാനും സാധിക്കും. ആരെയും ഉപദ്രവിക്കാനോ ആരെയോ വേദനിപ്പിക്കാനോ ഒന്നുമല്ല. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുക്കേണ്ട പാഠങ്ങൾ നമ്മൾ എടുത്തിരിക്കണം. അത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും, നമ്മൾക്കും പ്രയോജനപ്പെടും. ഒരു കാര്യം കണ്ടാൽ അതിനെ മനസ്സിലാക്കാതെ നിസ്സാരമായി തള്ളുന്ന ഒരാളും ഇന്നോളം വിജയം നേടിയിട്ടുമില്ല. ഏത് കാര്യമായാലും ശരി തന്നെ, ഈശ്വരീയ കാര്യമായാലും അതുപോലെ തന്നെ ഏത് ദൈവത്തിൻ്റെ കാര്യം മാത്രമല്ല, മനുഷ്യരുടെ കാര്യം മാത്രമല്ല, ഏത് കാര്യവും നമ്മൾ കൂടുതൽ നിരീക്ഷിക്കും തോറും നമുക്ക് കൂടുതൽ അറിവ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ അറിവിൽ നിന്ന് നമ്മൾ നേടുന്നത് നമ്മളുടെ വിജയമാണ്. മനുഷ്യജന്മത്തെ പോലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജന്മവും ഇല്ല. ആ ശ്രേഷ്ഠമായ ജന്മത്തെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുപോകണമെങ്കിൽ വീക്ഷണം അത്യാവശ്യമാണ്. നമ്മുടെ ഒബ്സർവേഷൻ എത്രത്തോളം കാര്യപ്രാപ്തിയോടെ കൊണ്ടുപോകുന്നുവോ അത്ര ഭാഗ്യം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരാൾക്കും ഇതിൽ വിജയം കണ്ടെത്താനേ കഴിയില്ല. നമുക്ക് വിജയം വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളും ഏതൊരു സംഭവം കണ്ടാലും അത് നിസ്സാരമായി കരുതുകയുമില്ല. നേട്ടം കിട്ടണമെങ്കിൽ, ഉയർച്ച വേണമെങ്കിൽ, ഉന്നതിയിലാകണമെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഈ നിരീക്ഷണം ആവശ്യമാണ്. കൂടുതൽ ആൾക്കാരും അതിനുവേണ്ടി മെനക്കെടാറേയില്ല.
കൂടുതൽ ആൾക്കാരും ഒന്ന് കണ്ട് ഒന്നങ്ങ് കളയും. അതുപോലെ തന്നെ ഒരു പുസ്തകം കയ്യിൽ കിട്ടിയാലും അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കണമെങ്കിൽ അത് ആഴത്തിൽ തന്നെ പോകണം. ഏത് കാര്യവും നമ്മളെ പഠിക്കണം. ഭഗവാൻ നന്നായി പഠിപ്പിക്കും. ഭഗവാന് നന്നായി പഠിപ്പിക്കാൻ കഴിയും. ആ ഭാഗ്യം എല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും കിട്ടണേ എന്നാണ് പ്രാർത്ഥന. അത് ഉറപ്പായി നടപ്പിലാക്കാനും കഴിയും. ഏതൊരു കാര്യവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. വീക്ഷണം ഒരു പ്രധാന ഘടകമായിട്ട് മാറ്റിയെടുക്കുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു.